നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-ന് ഗാസയിൽ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിന്റെ ക്രൂര ചിത്രങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ ഏകദേശം 21,000 കുട്ടികൾ കാണാതായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ബ്രിട്ടീഷ് സഹായ ചാരിറ്റി ഗ്രൂപ്പായ സേവ് ദ ചിൽഡ്രൻ സംഘടനയാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാണാതായ ആയിരക്കണക്കിന് കുട്ടികൾ കെട്ടിടത്തിനടിയിലോ രേഖപ്പെടുത്താത്ത കൂട്ടക്കുഴിമാടങ്ങളിലോ ആകാമെന്നും സ്ഫോടക വസ്തുക്കളാൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം പരുക്കേൽക്കുകയും ഇസ്രായേൽ സൈന്യം തടവിലാക്കുകയും സംഘർഷത്തിൽ കാണാതാവുകയും പോയിട്ടുണ്ടാകാമെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഗാസയിലെ നിലവിലെ സാഹചര്യത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനും ഉറപ്പുവരുത്താനും സാധിക്കില്ല. എന്നാൽ കുറഞ്ഞത് 17,000 കുട്ടികളെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുണ്ടാകാം. ഏകദേശം 4,000-ഓളം കുട്ടികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാകും. കണക്കിൽപ്പെടാത്ത കുട്ടികൾ കൂട്ടക്കുഴിമാടങ്ങളിൽ പെട്ടിട്ടുണ്ടാകും, റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജൂൺ 9 മുതൽ 250 പലസ്തീൻ കുട്ടികൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇതുവരെയുള്ള സംഘർഷങ്ങളിൽ 14,000-ലധികം കുട്ടികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. മാത്രവുമല്ല, നിരവധി കുട്ടികൾ പോഷകാഹാരക്കുറവും നേരിടുന്നുണ്ടെന്നും കരയാൻ പോലുമുള്ള ആരോഗ്യം ഇവർക്കില്ലെന്നും ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ സംഘടന നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം ഗാസയിലെ കുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സേവ് ദ ചിൽഡ്രന്റെ പശ്ചിമേഷ്യ മേഖലാ ഡയറക്ടർ ജെറേമി സ്റ്റോണർ. പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാത്തതിനാൽ കുടുംബാംഗങ്ങൾ പരിഭ്രാന്തരാണ്. തങ്ങളുടെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് അവശിഷ്ടങ്ങളോ കൂട്ടക്കുഴിമാടങ്ങളോ കുഴിക്കേണ്ട അവസ്ഥ ഒരു രക്ഷിതാവിനും ഉണ്ടാവരുത്. യുദ്ധമേഖലയിൽ ഒരു കുട്ടിയും ഒറ്റയ്ക്കാകരുത്. ഒരു കുട്ടിയും തടവിലാവുകയോ ബന്ദിയാവുകയോ പാടില്ല, അവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.